കേരളത്തിൽ ഇടതുപക്ഷം തോറ്റാൽ UDF ജയിച്ചാൽ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് പലവട്ടം നിങ്ങളോട് ഇൻഡയറക്റ്റായി പറഞ്ഞിട്ടുള്ളതാണ്. പലവട്ടം നിങ്ങൾ അറിയേണ്ടത് വലിയ നേതാക്കന്മാരോടൊപ്പം ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ ചാനലിൽ തന്നെ ഏതാണ്ട് 28 മിനിറ്റുള്ള ഒരു വീഡിയോ CPM-ന് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിലും ഞാൻ ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായിരിക്കും യഥാർത്ഥ വസ്തുത CPM പരാജയപ്പെട്ടാൽ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആ പരിശോധിക്കാൻ വേണ്ടി വരുന്നതിന് മുൻപ് ഞാൻ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഒരു മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പിൽ ആദ്യത്തേത് 179 രൂപയാണ് ലെവൽ 1, ലെവൽ 2 359 ആണ്, ലെവൽ 3 എന്ന് പറയുന്നത് 759 രൂപയാണ്. ഇത്തരത്തിലുള്ള പണം അടച്ചുകൊണ്ട് നമ്മളുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് ഏതെങ്കിലും പെർക്സോ വീഡിയോസോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ പ്രയോജനമുള്ള ബെനിഫിറ്റുള്ള കാര്യമൊന്നുമല്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ഇന്ന് പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വിഭജനത്തെ ചെറുക്കാൻ ഒരു ചാനൽ വേണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മളെല്ലാ കാര്യവും ഒറ്റക്ക് തന്നെയാണ് റിസർച്ചും അതുപോലെ പ്രസൻറ്റേഷനും എല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിന് ബാക്ക് എൻഡിൽ കൂടി ചില ആളുകളെ വെക്കണമെന്നും കുറച്ചുകൂടി എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിക്കണമെന്നും ആലോചിക്കുന്നു. ഇതെല്ലാം തന്നെ വലിയ പണച്ചെലവുള്ള ഒരു പരിപാടി കൂടിയാണ്. അത് എൻ്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങളാരും സപ്പോർട്ട് ചെയ്യേണ്ട. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാര്യം കേരളത്തിൽ അനിവാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് സപ്പോർട്ട് ചോദിക്കുന്നത്. അത് റിക്കറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതല്ലാതെ നിങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊച്ചുകൂടി സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് വേണ്ടത് ഒരൊറ്റ കാര്യത്തിനാണ്. കേരളത്തിലെ മതമൈത്രിയും അതുപോലെ തന്നെ സാഹോദര്യവും ഒക്കെ നിലനിൽക്കാൻ വസ്തുതകൾ പരമായി ജനത്തിനെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വസ്തുതകളിൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും പാർട്ടികൾക്കെതിരെയുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടും എന്ന് ഞാൻ പറഞ്ഞോട്ടെ. പക്ഷേ ഈ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളപ്രചരണങ്ങളാണ്. ആ വിള്ളലിനെ ഈ പറയുന്ന പോലെ പെൻസിൽ വരയെ വിള്ളലാക്കുന്ന നിങ്ങൾ അറിയേണ്ടത് പലതരത്തിലുള്ള കള്ളപ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. വ്യർത്ഥമായിട്ടുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കൂടാതെ വിഭാഗീയവും വർഗീയവുമായിട്ടുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രചരണങ്ങൾ നടക്കുന്നതിലേക്ക് ഈ നാടിനെ വിട്ടുകൊടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഈ സപ്പോർട്ട് അഭ്യർത്ഥിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. ഇടതുപക്ഷം തോറ്റാൽ എന്തായിരിക്കും യഥാർത്ഥ കാരണം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ എടുക്കാൻ ഞാൻ നിന്നപ്പോൾ യാദൃശ്ചികമായിട്ട് എൻ്റെ മുമ്പിലേക്ക് ഒരു വീഡിയോ വന്നുപെട്ടു. അത് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വീഡിയോ ആയിരുന്നു. അത് ഇടത് തോൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എണ്ണിപ്പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തത്. ആ കാരണങ്ങൾ ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് യഥാർത്ഥ കാരണത്തിലേക്ക് വരാം. ഈ ജയശങ്കർ പറയുന്ന അത്ര യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങളല്ല. അത് ഇവിടെ മാധ്യമങ്ങളൊക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ഈവൻ ജയശങ്കർ അടക്കമുള്ള ആളുകൾ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, നേരത്തെ ഞാനടക്കം പറഞ്ഞു പോയിട്ടുള്ള ചില കാരണങ്ങളാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. അതിലൊന്ന് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും വേണമെങ്കിൽ എഴുന്നേറ്റ് എന്ന് പറയാം, ഏഷ്യാനെറ്റിനും പറയാം, മനോരമയ്ക്ക് പറയാം, ജയശങ്കറിനും പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ അതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഡാറ്റകളൊന്നും കയ്യിലില്ല എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുന്നതിന് മുമ്പ് എനിക്ക് പോലും തോന്നിയിരുന്നു ഇത്തരത്തിൽ മീഡിയകളുടെയൊക്കെ വർത്തമാനം കേട്ട് ഒരു പ്രതിച്ഛായ നിർമ്മിതി കേട്ടിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്. പക്ഷേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അത്രമാത്രം ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. അത് ഞാൻ കോഴിക്കോട് കോർപ്പറേഷനും ജില്ലയിലൊക്കെ തന്നെ ഞാനൊരു സർവേ നടത്തിയപ്പോൾ അവിടെയുള്ള ലോക്കൽ ആളുകൾക്കെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ LDF-ന് ഭരണം പോകാനുള്ള സാധ്യതയുണ്ട്, തിരിച്ചടി കിട്ടുമെന്നും ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമേ ഭരണം കിട്ടുള്ളൂ, ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ലെന്നും ഒക്കെ പ്രവചിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദൊക്കെ തോൽക്കും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ അതെല്ലാം തന്നെ സംഭവിച്ചു. കാരണം അവിടെ ഒരു ലോക്കൽ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ 87ഓളം വരുന്ന മുനിസിപ്പാലിറ്റികൾ എടുത്തു വെച്ചാൽ ഇത്തരത്തിലുള്ള ലോക്കൽ ആൻറ്റി ഇൻകുംബൻസികൾ കാണാം. അതുകൊണ്ട് കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടത്. അത് ഇത്തരത്തിലുള്ള ഒരു നേതാക്കന്മാരുടെ പെരുമാറ്റം മുതൽ ദാഷ്ട്യം മുതൽ പലപ്പോഴും അഴിമതി ആരോപണങ്ങൾ മുതലുള്ള നിരവധി കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ കോർപ്പറേഷനിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ഭരണം നഷ്ടപ്പെട്ടതാണ്. പക്ഷേ പാലക്കാട് ഭരിച്ചുകൊണ്ടിരുന്ന BJPക്കും അതുപോലെ തന്നെ തിരിച്ചടി ഉണ്ടായി. പന്തളം നഗരസഭയിൽ CPM-ന് അധികാരം പിടിക്കാനായതും ലോക്കൽ ആൻറ്റി ഇൻകംബൻസികൾ വർക്ക് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ പിണറായി വിജയനുള്ള വിരോധം കൊണ്ടാണെങ്കിൽ പന്തളത്തുകാർ എത്തിയില്ലല്ലോ, CPM-ന് അധികാരത്തിലേറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികാരം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സുകളും ഡാറ്റകളും നമ്മളോട് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ
എക്സിറ്റ് പോൾ സർവേകൾ പോലും നമ്മളോട് പറയുന്ന അതാണ്. അതിന് മുമ്പ് വന്നിട്ടുള്ള പ്രീപോൾ സർവേകളാണെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല എന്നുള്ളതാണ് അവരെല്ലാവരും നമ്മളോട് പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർക്കും തോന്നുന്ന തോന്നൽ പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പിണറായി വിരുദ്ധ വികാരം അതും യഥാർത്ഥത്തിൽ കുറച്ചിവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് ഒരു പ്രതിച്ഛായ നിർമ്മിതി ക്രിയേറ്റ് ചെയ്തത് എന്നതാണ്. ഇടതുപക്ഷത്തിൻ്റെ ഏത് മുഖ്യമന്ത്രിമാരാണെങ്കിലും അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതി ഉണ്ടാകുന്നതിന് മാധ്യമങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അജണ്ടകളോടുകൂടി വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് KPCC വീടുകൾ വെച്ചു കൊടുക്കാത്തത് ആളുകൾക്ക് പ്രശ്നമാകാത്തതും വീട് വെച്ച വീടിൻ്റെ വെള്ളം കിരിയുന്നത് ആളുകൾക്ക് പ്രശ്നമാകുന്നതും അതിൽ പെൻസിൽ വര വിള്ളലാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. അതിലൊക്കെ അവർ ഏതാണ്ട് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചെങ്കിലും എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ കാര്യം, ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ പിണറായി സർക്കാർ കുറച്ച് മോശമാണ്, അതിൽ സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാരൊക്കെ മോശമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അവരുടെ ഭരണപരമായ കഴിവുകൾ നോക്കിയിട്ടാണോ ആ വിമർശനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വാവിട്ട വാക്കുകളൊക്കെ സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്, അത് വിമർശനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമായി കൂടി ഉൾപ്പെടുന്ന ഒരു കാര്യമാണോ എന്നുള്ള കാര്യത്തിലേക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ്. പണവും പണക്കാർക്കും വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ്, ഭരണമാണ്. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയും മാസപ്പടി കേസും സ്വർണ്ണക്കേസും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് പഴയ സ്വർണ്ണക്കേസ്, അതായത് മറ്റേ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയി എന്ന് പറയുന്ന കേസ്, അതൊക്കെ അടക്കം നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ളതാണ്, സ്വയം വിമർശനമായി പറഞ്ഞാൽ. പക്ഷെ അതടക്കം പറയുമ്പോൾ ഈ സ്വർണ്ണച്ചെമ്പിൽ കൊണ്ടുപോയ കേസ് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം അത് കേട്ടപ്പോൾ തന്നെ വളരെ ഇല്ലോജിക്കലാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളടക്കം ശരിക്കും വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം, പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പോയിട്ടുള്ള നിരവധി ആളുകൾ, അതിൽ ജി സുധാകരനെയും ഒക്കെ ഉള്ള ആളുകളെയാണ് അദ്ദേഹം ഉദാഹരണം പറയുന്നത്. പിന്നെ കുഞ്ഞികൃഷ്ണനെയും ബാക്കിയുള്ളവരുടെയൊന്നും പേര് പറഞ്ഞിട്ടില്ല, അതായത് TK ഗോവിന്ദനൊന്നും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ എന്ത് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇപ്പോൾ 2 മാസം മുമ്പ് ജി സുധാകരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കുമെന്ന് പറഞ്ഞൊരാൾ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അപ്പുറത്തേക്ക് പോയതെന്നും അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനമല്ല CPM-നെ ഒരു ഉന്നയിച്ചത്, വളരെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത് TK ഗോവിന്ദൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളത്, ജില്ലാ കമ്മിറ്റിയിൽ എഴുന്നേറ്റ് നിന്ന് ഞാനാണ് ചോദിച്ചത് എന്ത് കൂത്തുപറമ്പിൽ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല, TK ശ്യാമളക്കോരം എനിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചത്, PK ശ്യാമളക്കോരം എനിക്ക് മത്സരിക്കാൻ പറ്റില്ല, ഞാൻ യോഗ്യനാണെന്ന് അദ്ദേഹം പറഞ്ഞു, ബാക്കിയുള്ള ആരും ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ലല്ലോ, ബാക്കിയുള്ളവർക്കും കൂടി തോന്നി അവർ കൂടി പറഞ്ഞാലേ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആ കാര്യത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെറിയ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ പലവട്ടം നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഞാൻ 28 മിനിറ്റുള്ള ഒരു വീഡിയോ CPM-ന് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ്. ആ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ CPM-നെതിരെ ഉന്നയിച്ചിട്ടുള്ള വലിയ വിമർശനം ഇതാണ്. ആ വിമർശനം അദ്ദേഹം ചെറിയ തോതിലെന്ന് പറയുന്നുണ്ട്, പക്ഷേ ജയശങ്കറിന് തെറ്റുപറ്റിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരൊറ്റ കാരണമാണ് CPM ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ CPM കഴിഞ്ഞ 10 കൊല്ലങ്ങളായി ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത്, മീഡിയ വണ്ണിൻ്റെ C ദാവീദും അതുപോലെ തന്നെ പിന്നീട് PV അൻവറൊക്കെ ഉന്നയിച്ചൊരു ആരോപണം, മുസ്ലിം സമുദായത്തിനെതിരെ നിൽക്കുന്നു ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നുള്ളൊരു ധാരണ ജനിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. അതുകൊണ്ട് മുസ്ലിം സമുദായങ്ങളുടെ ഒരു വർഗീയ ധ്രുവീകരണവും കൺസോൾട്ടേഷനും ഒക്കെ ഉണ്ടായി. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണമാകുമെന്നാണ്. ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു, ബാക്കിയുള്ള ഒരു കാരണവും കൊണ്ടല്ല, അതിനൊന്നും ഒരു ഡാറ്റാബേസും ഇല്ല. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിലുള്ള കാരണം. പക്ഷേ കാരണം എന്ന് പറയുന്നത് C ദാവീദും PV അൻവറും പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതല്ല. ഈ കാരണം തുടങ്ങുന്നത് 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. കാരണം നിർമാല്യ പോലൊരു സിനിമ എടുത്തപ്പോൾ, അല്ലെങ്കിൽ മംഗളവും മനോരമയും പോലെയുള്ള വീക്കിലികൾ ഇവിടെ ആളുകൾ പുറത്തു വെച്ച് വായിക്കാൻ മടിച്ചതിൻ്റെയൊക്കെ കാരണം അത്തരത്തിലുള്ള സാംസ്കാരികമായ ഇടപെടലുകളും സമരങ്ങളുമൊക്കെ തന്നെ DYFI മുതൽ പുരോഗമന കലാസാഹിത്യ സംഘവും ശാസ്ത്ര സാഹിത്യ പരിഷത്തുമൊക്കെ ഈ നാട്ടിൽ നടത്തിയിരുന്നു. ആ നാട്ടിൽ നടത്തിയിരുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ നടത്താനുള്ള സൗകര്യമുണ്ടായിരുന്നു, കാരണം സോഷ്യൽ മീഡിയയ്ക്ക് ശക്തി പ്രാപിച്ചപ്പോൾ. പക്ഷേ സോഷ്യൽ മീഡിയകൾ ശക്തി പ്രാപിക്കുകയും യൂട്യൂബ് ചാനലുകൾക്ക് വലിയ സ്വാധീനമുണ്ടാവുകയും അവർക്ക് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുകയും ചെയ്ത കാലത്ത് CPM ചെയ്ത ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, CPM-ന് കൈരളി ചാനൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന ദേശാഭിമാനി പത്രമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ അവിടെ ഒന്നും വലിയ സ്വാധീനം CPM-നില്ല എന്നുള്ളതാണ്.
ഇത് പറയുമ്പോൾ സാറ്റലൈറ്റ് ചാനലുകളിൽ വലിയ സ്വാധീനമുണ്ട്. ഇപ്പം റിപ്പോർട്ടർ ആണെങ്കിലും ന്യൂസ് മലയാളമാണെങ്കിലും അത്തരത്തിലുള്ള മിക്കവാറും ചാനലുകളിലൊക്കെ ആണെങ്കിലും വലിയ തോതിലുള്ള ഇടതുപക്ഷ മനസ്സുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏഷ്യാനെറ്റിനെ പോലെ മനോരമയെ പോലെയുള്ള ആളുകളെ നേരിടാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവരെക്കാളൊക്കെ ഏറെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ ആളുകളെ സ്വാധീനിക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും കിടക്കുന്നില്ല, വളരെ നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട്. പക്ഷേ അതിൽ യൂട്യൂബ് ചാനലുകളുടെ മാത്രം അവസ്ഥ എടുത്തു വെച്ചാൽ എന്താണ്, മറുനാടൻ മലയാളി മുതൽ നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ നിരവധി വലിയ യൂട്യൂബ് ചാനലുകളെല്ലാം തന്നെ, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, പലരുമായിട്ട് ഞാൻ സഹകരിച്ചതായതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ചാനലുകളിലും തന്നെ ഒരു റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ട പേറുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ കാണണം. അവർക്കാണ് വലിയ തോതിലുള്ള പ്രാമുഖ്യമുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണണം. അവിടെ യഥാർത്ഥത്തിൽ വിള്ളൽ എന്ന് കേട്ടാൽ പെൻസിൽ വരെയാണോ ഇല്ലയോ എന്ന് നോക്കാതെ അവർ വാർത്തകൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് നിങ്ങൾ കാണണം. അവിടെ യഥാർത്ഥത്തിൽ സ്വരാജിനെതിരെ തെറ്റായി ഈ പറയുന്ന പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വരാജ് നടത്തിയൊരു പ്രസംഗത്തിൽ ശബരിമലക്കെതിരെയും അയ്യപ്പനെതിരെയും സംസാരിച്ചു എന്നുകൊണ്ടൊരു വ്യാജപ്രചരണം നടത്താൻ തയ്യാറാണെന്ന് നിങ്ങൾ കാണണം. അവിടെ നിങ്ങൾ കാണണം ഈ പറയുന്ന പോലെ NM ഷംസീർ എന്ന് പറയുന്ന ഒരാൾ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ചീത്ത പറഞ്ഞു എന്നുള്ള നിലക്കുള്ള ഒരു പ്രചരണം നടത്തിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾ കാണണം. അതേപോലെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു വാർത്ത, ആ വാർത്തയിൽ പിണറായി വിജയൻ പറയാത്തൊരു കാര്യം എഴുതി ചേർത്തു എന്ന് പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീരേണ്ടതാണ്. പക്ഷെ അത് തീരാതെ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞു എന്നും മലപ്പുറത്തെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞതിന് എതിർത്തില്ല എന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാനുള്ള പ്രചരണം നിർത്താനുള്ള സാധ്യതകൾ അവർക്ക് തുറന്നു കൊടുത്തു. ഈ സാധ്യതകൾ തുറന്നു കൊടുത്തത് ഇപ്പോഴെങ്ങുമല്ല, സീതാവീത് പറഞ്ഞതോ PV അൻവർ പറഞ്ഞിട്ട് പോലുമല്ല, അതിനു മുമ്പ് തന്നെ ഈ റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടകൾക്ക് വർഗീയമായി കേരളത്തെ വിഭജിക്കുന്നതിനെ യഥാർത്ഥത്തിൽ CPM വേണ്ട വിധത്തിൽ ചെറുത്തില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ പോലും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കണം, ഒരു യൂട്യൂബ് ചാനൽ പോലും, വലിയ പ്രാമുഖ്യമുള്ള ഒരു ചാനൽ പോലും യഥാർത്ഥത്തിൽ CPMൻ്റെ അനുകൂലമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങളോട് സപ്പോർട്ട് ചെയ്തത്. CPMന് അനുകൂലമാകണമെന്നില്ല, പക്ഷേ സത്യത്തിന് അനുകൂലമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും തെറ്റായ വാർത്തകളും ഈ പറയുന്ന പോലെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും അർദ്ധസത്യങ്ങളും ഒക്കെ തന്നെ ഇവർ പടച്ചു വിട്ടുകൊണ്ട് ജനമനസ്സുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒരു വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിലേക്ക് കേരളം പതുക്കെ പതുക്കെ നടന്നെടുക്കുകയും ചെയ്യുന്നതിനെ CPM വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അഡ്വക്കേറ്റ് ജയശങ്കർ മുതൽ ഈ പറയുന്ന പോലെ ഷാജൻ സ്കറിയ മുതൽ അതുപോലെ ശ്രീജിത്ത് പണിക്കർ വരെയുള്ള നിരവധി ആളുകളെ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ പലപ്പോഴും ഈ പറയുന്ന പോലെ ചില സത്യങ്ങൾ കാണാതിരിക്കുകയും അല്ലെങ്കിൽ അർദ്ധസത്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വാർത്തകൾ ചെയ്യുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇവരാർക്കും തന്നെ യഥാർത്ഥത്തിൽ ഒരു കാര്യം ചർച്ചയായിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിലെ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന സമിതി തന്നെ ഒരു വലിയ പണപ്പിരിവ് നടത്തുകയും ആ പണം പിരിച്ചിട്ട് അതിൽ നിന്ന് 1 രൂപക്കുള്ള ഒരു പ്രയോജനം പോലും ഈ കേരളത്തിലെ ദുരന്തബാധിതരായിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമലയിലെ ആളുകൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു വാർത്തയാകാതിരിക്കുകയും വേറൊരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയോ ഒരു MLAയോ അഴിമതി നടത്തി എന്ന് പറയുന്നത് വലിയ വാർത്തയാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. മറ്റത് ട്രിവിയലൈസ് ചെയ്യുക, നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ചോദിക്കാതിരിക്കുകയും വൺ സൈഡായി മാത്രം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിനെ കൃത്യമായി വിമർശിക്കാൻ, കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ, അതിനെതിരെ വലിയ യുദ്ധം നടത്താൻ പലപ്പോഴും CPM തയ്യാറായില്ല. CPMൻ്റെ ഒരു നേതാവിനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ കേരളത്തിലൊരു സാംസ്കാരിക നായകർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ്. ആ ആളുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ പിണറായി വിരുദ്ധ, CPM വിരുദ്ധ, പിണറായി വിരുദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, CPM വിരുദ്ധ പ്രോ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾക്ക് കഴിയുന്നു. അതേസമയം തൊട്ടപ്പുറത്തെ സൈഡിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള SDPI പോലെയുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്നു. മറ്റൊരു മതേതര സ്പേസ് ഇവിടെ ഇല്ലാതായിരിക്കുന്നു. ആ സ്പേസ് കോൺഗ്രസ് ഇടപെട്ട് ക്രിയേറ്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട പാർട്ടി CPM ആണ്. അത് CPM ചെയ്തില്ലെങ്കിൽ ഈ തവണ ഭരണത്തിൽ കഷ്ടിച്ച് അധികാരത്തിലേക്ക് വന്നാൽ പോലും അടുത്ത തവണ CPMനെ പോലും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ വാറിലേക്കും ആ സോഷ്യൽ മീഡിയ വാറിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന നിരവധി ആളുകളിലേക്കും അവർക്ക് സ്പേസ് കൊടുത്തുകൊണ്ടും അവരെ വലിയ ആളുകളാക്കി കാണിച്ചുകൊണ്ടുമുള്ള കാര്യങ്ങളിലേക്കും CPM വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ വെനസ്വേലയിലെ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയത് വെനസ്വേലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണെന്ന് പറയുന്ന മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന സാംസ്കാരിക നായകരെ കരുതപ്പെടുന്ന ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ ഇവിടെ വിലസുകയും അവരുടെ വാക്കുകൾക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുകയും ചെയ്യും, കേൾക്കാൻ ആളുണ്ടാവുകയും ചെയ്യും.
ഈ കേൾക്കാൻ ആൾ എന്ന് പറയുന്ന വ്യൂവർഷിപ്പ് തന്നെ സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ ആളുകൾ വളരെ ബോധപൂർവമായി ബിൽഡ് ചെയ്യുന്ന ഒരു സ്പേസാണ്, ആ വ്യൂവർഷിപ്പാണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അത്തരത്തിൽ ഒരു ബോധപൂർവമായിട്ടുള്ള അറ്റംപ്റ്റ് CPM-ൻ്റെയും ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായിരിക്കും ഇത്തവണ CPM LDF പരാജയപ്പെട്ടാൽ UDF എന്ത് ചെയ്യാതിരുന്നാൽ ജയിച്ചാൽ കേരളത്തിൽ ഏക കാരണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാരണം, 70-80% വലിയ കാരണം അതായിരിക്കുമെന്നുള്ളത് ഞാൻ അസന്നിഗ്ധമായി പറഞ്ഞു വെക്കട്ടെ. അടുത്ത 5 കൊല്ലം കഴിഞ്ഞും തെരഞ്ഞെടുപ്പുണ്ടാകും, 29-ൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കണമെങ്കിൽ ഇപ്പോഴേ മുതൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം തുടങ്ങിയേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയോടോ CPI-യോടോ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന സംഘടനകളോടോ അല്ല, ഇടതുപക്ഷ മനസ്സുള്ള പ്രവർത്തകരോട് എനിക്ക് പറയാൻ കഴിയുന്നത്. അതിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്.